നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വെൽക്കം വിശാൽ. ഹായ് നിരഞ്ജൻ. അല്ല, അങ്കിളെവിടെ? അകത്തുണ്ട്. ഒന്നും പറയില്ലായിരിക്കും അല്ലേ? സാറും കൂടി സമ്മതിച്ചിട്ടാണല്ലോ വന്നത്, പിന്നെന്തിനാ പറയുന്നത്? അക്ഷരയോടെ നന്ദി പറയേണ്ടത്. അങ്കിള് മനസ്സ് മാറ്റിയത് അക്ഷരയ്ക്ക് എതിർപ്പില്ലാന്ന് അറിഞ്ഞതുകൊണ്ടാവും. ഒന്നുമല്ല, ഞങ്ങൾ എല്ലാവരും കൂടി കാല് പിടിച്ച് പറഞ്ഞിട്ടാ സാറ് സമ്മതിച്ചത്. സമ്മതിച്ചല്ലോ, ഇനിയിപ്പോ അതേക്കുറിച്ച് ചർച്ച വേണ്ട. നിന്റെ ഉള്ളിൽ ഇപ്പോൾ ജയിച്ചു എന്നൊരു തോന്നലുണ്ടാവും ഇല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. അഭിനയൊന്നും എൻ്റെ മുന്നിൽ വേണ്ട. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് നടക്കില്ലെന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. എന്താ ഏട്ടാ ഇത്? ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ? പിന്നെ ഞാനെങ്ങനെ സംസാരിക്കണം? നിറപറയും പഞ്ചവാദ്യമായിട്ട് സ്വീകരിക്കേണ്ട ഒരാളാണല്ലോ വന്നിരിക്കുന്നത്. ഉള്ളത് പറയാമല്ലോ. നീ ഇവിടെ താമസിക്കുന്ന ഓരോ നിമിഷവും ഒരു യുഗം പോലെ തോന്നും എനിക്ക്. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് നിന്നെ. സർ പ്ലീസ്, 2 ദിവസം, അത് കഴിയുമ്പോൾ വിശാല് പോവും. ഈ 2 ദിവസം വളരെ സന്തോഷത്തോടെ കഴിയാൻ സാർ അനുവദിക്കണം. അതെ അങ്കിൾ. അങ്കിളോ? ഏതങ്കിള്? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. സർ, നീ എൻ്റെ ശത്രുവാണ് എല്ലാ അർത്ഥത്തിലും. നീ കാരണം നാണക്കേട് മാത്രമല്ല, സാമ്പത്തിക നഷ്ടവും എനിക്കുണ്ടായി. ഞാനതെല്ലാം മറക്കണമെന്നാണോ നീ പറയുന്നത്? അതിന് ഞാൻ ഇല്ലാതാവും. എൻ്റെ അനുവാദത്തോടെ വന്നതായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വിളിച്ചുകൊണ്ട് പോ നിന്റെ മകനെ. നീ വേടാ മോനെ, വാ. എന്താ ഇത്രയും താമസിച്ചത്? ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ദാ മോളെ, വള പണയം വെച്ച കാശ് ഇത്തവണയെങ്കിലും ശരത്തിന് പുറത്തിറക്കണം. ഉറപ്പായിട്ടും പുറത്തിറക്കും അമ്മേ. ഇത്തവണ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ പണി അവസാനിപ്പിക്കും. പുതിയ വക്കീല് ഹാജരാകുമെന്ന് പറഞ്ഞല്ലോ, ആരാ അത്? അതൊക്കെ ഉണ്ട്. ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ല ഇത്തവണ. ഇത്തവണ എന്തായാലും ജാമ്യം കിട്ടിയിരിക്കും, അത് തീർച്ച. ആ ദേവിക എന്നെ പരിഹസിക്കുക മോളെ. പ്രഭാവതിയാണെങ്കിൽ ഇടഞ്ഞു മട്ടില്ല. ശരത്ത് നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലെങ്കിൽ നിത്യയും കല്യാണത്തിന് സമ്മതിക്കില്ല. ഞാൻ സംസാരിക്കണോ നിത്യമായിട്ട്? ആര് സംസാരിച്ചിട്ടും പ്രയോജനമില്ല. അവള് ദേവിക പറയുന്നതേ കേൾക്കൂ. ദേവികയ്ക്ക് എങ്ങനെ നിത്യ സ്വന്തം പക്ഷത്താക്കാൻ പറ്റി? അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആദ്യമൊക്കെ ദേവികയുമായിട്ട് നല്ല ഉടക്കായിരുന്നു നിത്യ. പിന്നെ പിന്നെയാ അത് മാറാൻ തുടങ്ങിയത്. എങ്ങനെയത് സംഭവിച്ചെന്നറിയില്ല. ഇപ്പോഴും ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരത്ത് പുറത്തിറങ്ങിയ അവളുടെ നെകളിപ്പൊക്കെ താനെ നിൽക്കും. സ്റ്റേഷനിലാക്കിയവരോട് എന്തായാലും ശരത്തിന് പക കാണുമല്ലോ. അതിനവൻ പ്രതികാരം ചെയ്യാതിരിക്കില്ല. പ്രതികാരമൊന്നും ചെയ്യേണ്ട എന്റെ വക്കീല്. ആ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാ മതി. നിത്യ ശരത്തിന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ച എന്റെ ഭാരം ഒഴിഞ്ഞു. പിന്നെ ഏതെങ്കിലും അമ്പലത്തിന്റെ നടയിലാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനൊന്നും ചിന്തിക്കണ്ടമ്മേ. നഷ്ടപ്പെട്ടത് മുഴുവനും നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. ആ വീടടക്കം തിരിച്ചു വരുമെന്ന് തന്നെ എന്റെ പ്രതീക്ഷ. അതിന്റെ തുടക്കമായിരിക്കും ശരത്തിന്റെ പുറത്തു വരല്. വീട് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, കല്യാണം ഒന്ന് നടന്നാ മതി.
അപ്പോ ഞാൻ ഉറപ്പിച്ചോട്ടെ? ധൈര്യമായിട്ട് ഉറപ്പിച്ചോ, ഇത്തവണ നമുക്കായിരിക്കും ജയം. ഈശ്വര, ഈ വാക്കുകൾ സത്യമായി തീർന്നാ മതിയായിരുന്നു. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇത്തവണ ശരത്ത് പുറത്തിറങ്ങിയിരിക്കും, ഉറപ്പാ. ശരിയെന്നാ, ഞാൻ ഇറങ്ങട്ടെ. ഉം.